കുറെ നാളുകൾക്ക് ശേഷം തിയേറ്ററിൽ കണ്ട് ഒരുപാട് ചിരിച്ച് എൻജോയ് ചെയ്തിട്ടുള്ള നല്ല ഒരു കോമഡി ഡ്രാമ മൂവി ആയിട്ടാണ് ഒരു ജാതി ജാതകം എന്ന് പറഞ്ഞ സിനിമ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. വിനീത് ശ്രീനിവാസൻ കേന്ദ്ര കഥാപാത്രമായിട്ട് വന്നിട്ടുള്ള മാമ്പറത്ത് ജയേഷ് എന്ന് പറഞ്ഞ ക്യാരക്ടറെ ബേസ് ചെയ്തുകൊണ്ടാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. ഒരുപാട് കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് അദ്ദേഹം കല്യാണം കഴിക്കാനായിട്ട് ശ്രമിക്കുന്നത്. കൊണ്ട് തന്നെ തന്റെ കണ്ടീഷൻ അനുസരിച്ചുള്ള ഒരു വധുവിനെ കണ്ടെത്താനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. വയസ്സ് 38 എത്തി നിൽക്കുകയാണ്. തന്റെ അച്ഛനാണെന്നുണ്ടെങ്കിൽ 70 വയസ്സാവാനായിട്ട് പോകുന്നു. അതിനുള്ളിൽ കല്യാണം കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ അച്ഛന് മരണം വരെ സംഭവിക്കാമെന്നുള്ളത് ഒരു ഭാഗത്ത് നിൽക്കുന്നു. അങ്ങനെ ഇരിക്കെ ഇത്തരം കണ്ടീഷൻസ് കാര്യങ്ങൾ വെച്ചുകൊണ്ട് വധുവിനെ അന്വേഷിക്കാൻ പോകുമ്പോൾ തനിക്ക് ഉണ്ടാവുന്ന സ്ട്രഗിൾസുകളും കാര്യങ്ങളൊക്കെയാണ് സിനിമ ചർച്ച ചെയ്ത് പോകുന്നതെങ്കിൽ ഒരു പോയിന്റ് എത്തുമ്പോൾ തനിക്കൊരു തിരിച്ചറിവ് ഉണ്ടാവുന്നതും തുടർന്നുണ്ടാവുന്ന സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് സിനിമ പറഞ്ഞു പോകുന്നത്. ഒരുപാട് ചിരിപ്പിക്കുന്നതിന് അപ്പുറത്തേക്കായിട്ടും ഒരുപാട് ചിന്തിപ്പിക്കാനും സിനിമ ശ്രമിച്ചിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഈ ഒരു സിനിമ നല്ല രീതിയിൽ ഒരു വൈബാക്കി നിർത്തുന്നതിൽ ഗുണ ബാലസുബ്രഹ്മണ്യത്തിന്റെ മ്യൂസിക്കും അടിപൊളിയായിട്ട് തന്നെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഒരു 2-2.25 മണിക്കൂർ നല്ല രീതിയിൽ കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന, ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന നല്ല ഒരു മൂവി ആയിട്ടാണ് ഒരു ജാതി ജാതകം എന്ന് പറഞ്ഞ സിനിമ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്.